भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം. അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം. തത്താവൽ ഭാതി സാക്ഷാൽ ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. ഭാഗവതമൂർത്തിയായ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അനസ്യൂതമായ കാരുണ്യ ഗംഗാ പ്രവാഹം. അതുകൊണ്ട് തന്നെ ശ്രീമദ് ഭാഗവതം അറിയാൻ അലിയാൻ എന്ന ഈ അക്ഷരപൂജ ഇന്ന് 658 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർത്ഥം 67 അധ്യായത്തിലെ 10 ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. ഭഗവാന്റെ അതിദിവ്യമായ മനോഹരമായ ലീലകളിൽ ബലരാമസ്വാമിയായി ആടിയ ലീല. തത്രാപശ്യൽ യദുപതിം രാമം പുഷ്കരമാലിനം സുദർശനീയ സർവാംഗം ലലനായൂധമധ്യകം. എല്ലാവർക്കും കാണാൻ പാകത്തിന് ഭഗവാന്റെ ദിവ്യമായ സ്വരൂപം. ആരുടെ? ബലരാമസ്വാമിയുടെ. ആ ബലരാമസ്വാമി സ്ത്രീകളുടെ മധ്യത്തിൽ തൻ്റെ ഭാര്യമാരോടുകൂടി ആ രൈവതകം എന്ന പർവ്വതത്തിലിരിക്കുന്നത് നരകാസുരന്റെ കൂട്ടുകാരനായ ദ്വിവിധൻ എന്ന വാനരൻ കാണുകയാണ്. ഗായന്തം വാരുണിം പീത്വാ മദവിഹ്വലലോചനം വിഭ്രാജമാനം വപുഷാ പ്രഭിന്നമിവ വാരണം. ഏതുപോലെയാണ് ബലരാമസ്വാമിയുടെ ഇരിപ്പ്? വാരുണിം പീത്വ, വാരുണി മദ്യത്തെ സേവിച്ച്, ആ മദ്യം സേവിച്ച് മദവിഹ്വലലോചന, മദം കൊണ്ട് അലസമായ കണ്ണുകളോടുകൂടിയ, പ്രഭിന്നം വാരണം ഇവ, മദം പൊട്ടിയ ഒരാനയെപ്പോലെ, വപുഷ ദേഹം കൊണ്ട് അങ്ങനെയുള്ള ശോഭയോടുകൂടിയിരിക്കുന്ന,
ഗായന്തം പാട്ടുപാടിക്കൊണ്ടിരിക്കുന്ന ബലരാമസ്വാമി. മധുരാപാനം കൊണ്ട് മദം, അങ്ങനെ ഇളകുന്ന കൺമിഴികൾ, അതുകൊണ്ട് തന്നെ ഒരു മതിച്ച ആനയെ പോലെയാണ് ഇരിക്കുന്നത്. ഐരാവതത്തിന് മദം വന്നാൽ എങ്ങനെ ഉണ്ടാവും അല്ലേ? വെളുത്ത ബലരാമസ്വാമി തൊടുത്ത കവിളുകളോടും ആ തൊടുത്ത കണ്ണുകളോടും കൂടി മദം പൊട്ടിയ ഒരു ആനയെ പോലെ അവിടെ ഉറക്കെ മനോഹരമായി ഗാനാലാപനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ദുഷ്ട ശാഖാമൃഗശാഖാമാരൂഢ കമ്പയന്ദ്രുമാൻ ചക്രേ കില കിലാ ശബ്ദമാത്മാനം സംപ്രദർശയൻ. ദുഷ്ടനായ ശാഖാമൃഗ, ശാഖാമൃഗം എന്ന് പറഞ്ഞ കുരങ്ങൻ, ശാഖാം ആരൂഢ, ആ മരത്തിലേക്ക് കയറിയിട്ട്, കൊമ്പിലെ കയറിയിട്ട്, ദ്രുമാൻ കമ്പയൻ, ആ വൃക്ഷങ്ങളെയൊക്കെ ഇളക്കുന്നു, ആത്മാനം തന്നെ, സംപ്രദർശയൻ പ്രത്യക്ഷമായി കാണാൻ പാകത്തിന്, കില കിലാ ശബ്ദം, ആ ഇതിങ്ങനെ ഇളകുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദത്തെയാണ് കില കിലാ ശബ്ദം എന്ന് പറയുന്നത്. ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് ചാടുക, അതിങ്ങനെ ഇളക്കുക, ഇങ്ങനെ ബലരാമന് തന്നെ കാണാൻ വേണ്ടി ഉള്ള പല പ്രവൃത്തികളും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരാളിങ്ങനെ പാട്ടുപാടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ ഇങ്ങനെ ഓരോന്ന് ചെയ്താൽ അയാൾക്ക് ദേഷ്യം വരും, ആൾ ശ്രദ്ധിക്കും. അങ്ങനെ നോക്കുമ്പോ തസ്യ ധാർഷ്ട്യം കപേർ വീക്ഷ്യ തരുണ്യോ ജാതി ചാപല ഹാസ്യപ്രിയ വിജഹസുർബലദേവ പരിഗ്രഹ. ഇവിടെ കപേ തസ്യ ധാർഷ്ട്യം വീക്ഷ്യ, ഈ കുരങ്ങന്റെ ഈ പ്രവൃത്തി കണ്ടപ്പോ ജാതി ചാപല ഹാസ്യപ്രിയ ബലദേവ പരിഗ്രഹ തരുണ്യ. ആ യുവതികളെ കുറിച്ച് എന്താ പറയണത്? അവര് ജാതി ചാപല, ജന്മനാ തന്നെ സ്വഭാവം കൊണ്ട് തന്നെ ചപലകളാണ്. ഹാസ്യപ്രിയ, പരിഹാസത്തിൽ ഇഷ്ടമുള്ള ആളുകളാണ്. ബലദേവ പരിഗ്രഹ, ബലദേവന്റെ ഭാര്യമാരാണ്. അങ്ങനെയുള്ള ആ യുവതികള് വിജഹസു, അവര് ചിരിച്ചു. താ ഹേളയാമാസ കപിർ ഭ്രൂക്ഷേപൈ സമ്മുഖാദിഭി ദർശയൻ സ്വഗുദം താസാം രാമസ്യ ച നിരീക്ഷിത. എന്നിട്ട് എന്താ ചെയ്തത്? തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന രാമനെ ആദരിക്കാതെ, താസാം അവർക്ക് തൻ്റെ സ്വഗുദം, തൻ്റെ പൃഷ്ഠഭാഗം കാണിക്കുന്നു. കുരങ്ങന്മാരുടെ രീതികളൊക്കെ അങ്ങനെയാണ്. സമ്മുഖാദിഭി, സമ്മുഖാദികൾ കൊണ്ടും, ഭ്രൂക്ഷേപൈ പുരികങ്ങളുടെ ഇളക്കം കൊണ്ടും ആ കുരങ്ങൻ അവരെ കളിയാക്കി എന്നാണ്. അവരുടെ മുഖത്തേക്ക് നോക്കി ഭ്രൂവിക്ഷേപങ്ങൾ ഓരോന്ന് കാണിക്കുക, ഗോഷ്ഠി കാണിക്കുക. പരികത്തിരിക്കുന്ന ബലരാമനെ ഒട്ടും കൂട്ടാക്കാതെ അവരെ കളിയാക്കാൻ തുടങ്ങി ബലരാമസ്വാമിയുടെ പത്നിമാരെ. തം ഗ്രാവണാപ്രാഹരൽ ക്രുദ്ധോ ബല പ്രഹരതാം വര സ വഞ്ചയിത്വാ ഗ്രാവാണം മതിരാകലശം കപി ഗൃഹീത്വാ ഹേളയാമാസ ധൂർത്തസ്തം കോപയൻ ഹസൻ നിർഭിദ്യ കലശം ദുഷ്ടോ വാസാംസ്യാസ്ഫാലയൽ ബലം. എന്താ ചെയ്ത? അസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നവരിൽ കേമനായിരിക്കുന്ന ബലരാമൻ, പ്രഹരതാം വരഹ ബലഹ, പ്രഹരിക്കുന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠനായ ബലരാമൻ, ക്രുദ്ധ ദേഷ്യം വന്ന്, തം ഗ്രാവണ അവനെ കല്ലുകൾ കൊണ്ട് പ്രാഹരൽ അവനെ പ്രഹരിച്ചു. സ കപി അവനോ ആ കുരങ്ങനോ, ഗ്രാവണം വഞ്ചയിത്വാ മതിരാകലശം ഗൃഹീത്വാ, ബലരാമൻ കുരങ്ങനെ കല്ലുകൊണ്ട് എറിഞ്ഞപ്പോ ആ കല്ല് ദേഹത്തെ തട്ടാതെ ഒഴിഞ്ഞു മാറുക മാത്രമല്ല, ഓടി വന്ന് മതിരാകലശം ഗൃഹീത്വാ, അവിടെ വെച്ചിരുന്ന ആ മദ്യപാത്രം, മദ്യകുംഭം എടുത്ത് അവിടുന്ന് ഓടി. എന്നിട്ട് കളിയാക്കി. ധൂർത്തനായ അവനെ കോപിപ്പിക്കുന്നവനും ഹസിക്കുന്നവനുമായിട്ട്
കണ്ടിട്ട് ബലരാമന് നേരെ പല്ലിളിച്ച് കാണിക്കുക, പരിഹസിക്കുക, ആ പാത്രം എറിഞ്ഞോട്ടച്ചു. പിന്നെയോ അവിടെ വന്ന് അവിടെ കിടന്നിരുന്ന വസ്ത്രങ്ങളൊക്കെ ആസ്ഫാലയൽ, അവിടുന്ന് അതിനെയും അപഹരിച്ചു. ബലരാമസ്വാമി കദർഭീകൃത്യ ബലവാൻ വിപ്രചക്രേ മദോദ്ധതാ തം തസ്യാ വിനയം ദൃഷ്ട്വാ ദേശാംശ്ച തതുപദ്രുതാൻ ക്രുദ്ധോ മുസലമാദത്താഹലം ചാരിജിഘാംസയാ ദ്വിവിധോപി മഹാവീര്യാസാലമുദ്യമ്യ പാണിന അഭ്യേത്യ തരസാ തേനാബലം മൂർധന്യതാടയൽ തം തു സംഘർഷണോ മൂർധ്നി പതന്തമചലോ യഥാ പ്രതിജഗ്രാഹ ഭഗ്ബലവാൻ സുനന്ദേനാഹനച്ച തം മുസലാഹതമസ്തിഷ്കോ വിരേജേ രക്തധാരയാ. പിന്നീടുണ്ടായ യുദ്ധം, ബലശാലിയായിരിക്കുന്ന ആ വാനരൻ കദർഭീകൃത്യ, നിസ്സാരമെന്ന് കരുതി മതം കൊണ്ട് ഗർവിഷ്ഠനായി വിപ്രചക്രയെ എന്തു ചെയ്തു? അവന്റെ ആ ബലരാമസ്വാമിയെ ആഞ്ഞടിക്കുന്നു. തസ്യ തം അവിനയം, അവന്റെ അടക്കമില്ലായ്മയും, തതുപദ്രുതാൻ ദേശാഞ്ച, അവനാൽ ഉപദ്രവിക്കപ്പെട്ട ദേശങ്ങളെയും ഒക്കെ ആലോചിച്ച് കണ്ടിട്ട് മുസലം ഹലം ആദത്ത, ബലരാമസ്വാമി കലപ്പയും ഒലക്കയും സ്വീകരിച്ചു. മഹാവീര്യ, ആ ദ്വിവിധനെ, മഹാപരാക്രമശാലിയായ ദ്വിവിധനെ ക്രോധത്തോടുകൂടി, അരിജിഘാംസയ, കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി, പാണിന സാലം, ആ കൈകൾ കൊണ്ട് സാലത്തെ ഉയർത്തി അവിടെ ആ ഒരു മരം പുഴക്കിങ്ങെടുത്തു, സാലവൃക്ഷം. എന്നിട്ട് വേഗത്തിൽ തനിക്ക് നേരെ എതിരേറ്റു വന്ന അതുകൊണ്ട് ബലനെ മൂർധിനി അതാടയൽ, അവൻ ആ ദ്വിവിധൻ ബലരാമസ്വാമിയെ വലിയൊരു മരമെടുത്ത് ആഞ്ഞ് അടിച്ചു. ബലവാൻ സംഘർഷണ, ബലശാലിയായ ബലരാമനോ മൂർധിനി പതന്തം തം തൂ, തന്റെ തലയിലേക്ക് വന്നു വീഴുന്ന അതിനെ പ്രതിജഗ്രാഹ, തൊടുത്തു. അചലഹ യഥ, പർവ്വതം പോലെ, സുനന്ദേന, സുനന്ദം കൊണ്ട് അതിനെ അടിച്ചു. മുസല ആഹതം മസ്തിഷ്ക, മുസലം കൊണ്ട് ഹനിക്കപ്പെട്ട ശിരസോടുകൂടിയ വാനരൻ രക്തധാരയാ വിരേജേ, രക്തം തലയിൽ നിന്ന് ഒഴുകി അവന്റെ. അപ്പൊ ഇവിടെ ബലരാമന്റെ നേർക്ക് മരമെടുത്തു കൊണ്ടുവന്നു. ബലരാമൻ സുനന്ദം എന്ന മുസലം കൊണ്ട് തടുത്ത് ആ ഉലയ്ക്ക കൊണ്ട് വാനരന്റെ തലയിൽ ആഞ്ഞ് അടിച്ചു. രക്തം വമിച്ചു അവിടെ. ഗിരിയഥാ ഗൈരികയാ പ്രഹാരം നാനു ചിന്തയൻ പുനരന്യം സമുക്ഷിപ്യ കൃത്വാ നിഷ്പത്രമോജസ തേനാഹനൽ സുസംഗൃദ്ധസ്തം ബലശതഥാച്ഛിനൽ തതോന്യേന രുഷാജഘ്നേ തം ചാപി ശതഥാച്ഛിനൽ. അവിടെ ഭഗവാൻ ഈ ദ്വിവിധൻ തനിക്ക് നേരെ പ്രയോഗിക്കുന്നതിനൊക്കെ തകർത്തെറിഞ്ഞു. 100 ശതഥാച്ഛിനൽ എന്നാണ്. ഗൈരികയ, ഇവിടെ ഗിരിം യഥാ, പർവ്വതത്തിൽ ചായം കലക്കിയ വെള്ളം ഒലിക്കുന്നത് പോലെയാണ് ഈ പർവ്വത സമാനനായിരിക്കുന്ന ദ്വിവിധന്റെ ദേഹത്ത് നിന്ന് രക്തം ഒഴുകുന്നത്. അപ്പോ ആ പ്രഹരം, ആ താടനത്തെ അനുചിന്തയൻ, ചിന്തിക്കാതെ, ബലരാമസ്വാമി അടിച്ചതൊന്നും നോക്കാതെ മറ്റൊരു സാലവൃക്ഷം സമുക്ഷിപ്യ, പുഴക്കിയെടുത്ത് ബലത്താൽ ആ നിഷ്പത്രം കൃത്വ, അതിന്റെ ഇലകളൊക്കെ അങ്ങോട്ട് കൊഴിച്ചു കളഞ്ഞു. എന്നിട്ട് ക്രോധത്തോടുകൂടി ബലരാമസ്വാമിയെ ആഞ്ഞടിച്ചു. ബലരാമനോ അതിനെ 100 മുറിച്ചു. തം ശതഥാച്ഛിനൽ, വീണ്ടും രുഷാ അന്യേന, മറ്റൊരെണ്ണം കൂടി എടുത്തു, അടിച്ചു. അതിനെയും ബലരാമസ്വാമി 100 തകർത്തെറിഞ്ഞു എന്നാണ്. അവന്റെ ശക്തി അവിടെ കാണാം. വലിയ വലിയ മരങ്ങളൊക്കെ പറിച്ചെടുത്ത് ബലരാമസ്വാമിയെ അടിക്കാൻ പുറപ്പെടുന്നു. മരങ്ങളെ കൊണ്ട് രാമനെ അടിക്കാൻ പുറപ്പെടുന്നു. ഏവം യുദ്ധ്യൻ ഭഗവത ഭഗ്നേ ഭഗ്നേ പുനഃപുന ആകൃഷ്യ സർവതോ വൃക്ഷാൻ
നിർവൃക്ഷമകരോദ്വനം. ഇങ്ങനെ ഭഗവതാ യുദ്ധ്യൻ, ഭഗവാനുമായി ബലരാമനുമായി യുദ്ധം ചെയ്യുന്നവനായിട്ട് വീണ്ടും വീണ്ടും ഭഗ്നേ നശിപ്പിക്കും എന്ന തരത്തിൽ സർവത എല്ലാ ദിക്കിൽ നിന്നും വൃക്ഷങ്ങളെ ആകർഷ്യ പുഴക്കിയെടുത്ത് വനം നിർവൃക്ഷം അകരോൽ, വനത്തില് മരങ്ങളില്ലാത്ത ഒരവസ്ഥയായി. മരങ്ങളെടുക്കുക, രാമനെ അടിക്കുക, രാമൻ അതിനെ തകർക്കുക, വീണ്ടും മരങ്ങൾ പറിച്ചെടുക്കുക, യുദ്ധം ചെയ്യാൻ പുറപ്പെടുക, ബലരാമസ്വാമി അതിനെയും ഇല്ലാതെയാക്കുക. തതോ മുഞ്ചിലാവർഷം ബലസ്യോപര്യമർഷിത തൽസർവം ചൂർണയാമാസ ലീലയാ മുസലായുധ. മുസലമായുധമാക്കിയവൻ ബലരാമസ്വാമി. ഈ സമയത്ത് തഥാ അമർഷിത ബലസ്യ ഉപരി ശിലാവർഷം അമുഞ്ചൽ. ദ്വിവിധൻ ഈ ബലരാമന്റെ മുകളിൽ ശിലാവർഷം, കല്ലുകൊണ്ട് മഴ, കൽമഴ എന്നൊക്കെ പറയും ഇല്ലേ, കല്ലുകൾ പുഴക്കി ബലരാമന് നേർക്ക് എറിയ. അതൊക്കെ ബലരാമൻ മുസലം കൊണ്ട് ലീലയാ ചൂർണയാമാസ, വെറുമൊരു കളി ആയിട്ട് ആ കല്ലുകളെ മുഴുവൻ പൊടിച്ചു കളഞ്ഞു എന്ന് പറയുന്നു. സബാഹു താലസംഗാശൗ മുഷ്ടീകൃത്യ കപീശ്വര ആസാദ്യരോഹിണീ പുത്രം താഭ്യാം വക്ഷസ്യ രൂരുജൽ. സ കപീശ്വര, ആ വാനരൻ, ആ വനരന്മാരിൽ കേമനായിട്ടുള്ള അവൻ താലസംഗാശവും, താലം പോലെ ഇരിക്കുന്ന തൻ്റെ രണ്ട് കൈകൾ, താലം എന്ന് പറഞ്ഞാൽ താലവൃക്ഷം, പന പോലെയുള്ള കൈകൾ കൊണ്ട് അത് മുഷ്ടീകൃത്യ മടക്കിയിട്ട് ചുരുട്ടിപ്പിടിച്ച് രോഹിണീപുത്രം ആസാദ്യ, ബലരാമന്റെ അടുത്തേക്ക് ചെന്നിട്ട് വക്ഷസി താഭ്യാം അരുരുചൽ, ആ ബലരാമസ്വാമിയുടെ മാറിടത്തിൽ ആഞ്ഞ് ഇടിക്കണു. മാറത്ത് ഓങ്ങി അങ്ങോട്ട് ഇടിച്ചു. ബലരാമനോ യാദവേന്ദ്രോപി തം ദോർഭ്യാം ത്യക്ത്വാ മുസലലാംഗലേ ജത്രാവഭ്യർദയൽ ക്രുദ്ധ സോപതദ്രുധിരം വമൻ. യാദവേന്ദ്ര അപി, യാദവേന്ദ്രനായിരിക്കുന്ന ബലരാമനും മുസലലാംഗലേ ത്യക്ത്വ, മുസലത്തെയും ഹലത്തെയും കലപ്പയെയും ആ ഉലക്കയെയും ഉപേക്ഷിച്ചിട്ട് ദോർഭ്യാം, തൻ്റെ രണ്ട് കൈകൊണ്ടും അവനെ ക്രുദ്ധ്വാ ജത്രവും, വളരെ ദേഷ്യത്തോടുകൂടി ഇങ്ങോട്ട് പിടിച്ച് അഭ്യർദയൽ, അവനെ പീഡിപ്പിച്ചു. സാ രുധിര വമൻ അപതൽ, അവനിതാ ചോര ഛർദിച്ചുകൊണ്ട് അവിടെ താഴേക്ക് വീഴുകയും ചെയ്തു. തൻ്റെ രണ്ട് കൈകളുടെയും സന്ധിയിൽ അതിക്രോധത്തോടുകൂടി അവനെ അടിച്ചു. അടിയങ്ങട് കെട്ടി, ചോര ഛർദിച്ചു. ദ്വിവിധൻ ആ വനത്തില് അവിടെ വനത്തില് മരിച്ചു വീഴുകയും ചെയ്തു. ചകമ്പേ തേന പതത സടംഗവന സവനസ്പതി പർവത കുരുശാർദൂല വായുന നൗരിവാംഭസി. കുരുശാർദൂല, കുരുശ്രേഷ്ഠനായിരിക്കുന്ന പരീക്ഷിത്തെ. പതത തേന സടംഗ, അവൻ വീഴുമ്പോ അത് കാരണം കൊടുമുടികളോടുകൂടിയ സവനസ്പതി, വൃക്ഷങ്ങളോടുകൂടിയ പർവ്വതം, വായുന അംഭസി നൗ ഇവ, കാറ്റുകൊണ്ട് ജലത്തിൽ തോണി എന്നതുപോലെ ചകമ്പേ, അവിടെ കമ്പനം ചെയ്തു എന്നാണ്. അവന്റെ ആ മരണവെപ്രാളം, അവനങ്ങനെ ബലരാമസ്വാമിയുടെ അടിയേറ്റങ്ങോട് വീണപ്പോ പർവ്വതവും അതിലുള്ള കൊടുമുടികളും മരങ്ങളും ഒക്കെ വല്ലാതെ ഇളകി. ഏതുപോലെ? തോണി പോലെ, വെള്ളത്തിൽ പോകുന്ന തോണി കാറ്റടിക്കുമ്പോൾ ഇളകുന്നത് പോലെ ആകപ്പാടെ ഇളകി. ജയശബ്ദോ നമശബ്ദ സാധു സാധ്വിതി ചാംബരേ സുരസിദ്ധ മുനീന്ദ്രാണാമാസിൽ കുസുമവർഷിണാം. അംബരേ, ആകാശത്തിൽ നിന്ന് കുസുമവർഷം, പുഷ്പവൃഷ്ടി ചെയ്യുന്നു. ആരാ? ദേവന്മാര്, സിദ്ധന്മാര്, മുനീന്ദ്രന്മാര്. സുരസിദ്ധ മുനീന്ദ്രാണാം. അവരെന്തു പറഞ്ഞു? സാധു സാധു ഇതി, നല്ലത് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ജയശബ്ദം മുഴക്കി, നമശബ്ദം മുഴക്കി
അവരിതാ ബലരാമസ്വാമിക്ക് നേരെ ബലരാമസ്വാമിയുടെ മുകൾ ഭാഗത്തായി പുഷ്പവൃഷ്ടി ചെയ്തു എന്നും പറയുന്നു. ഏവം നിഹത്യ ദ്വിവിധം ജഗദ്വ്യതികരാവഹം സംസ്തൂയമാനോ ഭഗവാൻ ജനൈ സ്വപുരമാവിശൽ. ഇങ്ങനെ ജഗദ്വ്യതികരാവഹം, ഈ ലോകത്തിന് നാശത്തെ ഉണ്ടാക്കുന്ന ദ്വിവിധനെ നിഹത്യ, നിഗ്രഹിച്ചിട്ട്, ജനൈ സംസ്തൂയമാനഃ, ജനങ്ങളാൽ, ദ്വാരകയിലുള്ള ആളുകളാൽ സ്തുതിക്കപ്പെട്ട ഭഗവാൻ, ആ ബലരാമൻ, സ്വപുരം ആവിശൽ, തൻ്റെ ഗൃഹത്തിലേക്ക് അല്ലെങ്കിൽ തൻ്റെ ദ്വാരകയിലേക്ക് തന്നെ തിരിച്ചെത്തി എന്നാണ്. ലോകത്തെ നശിപ്പിക്കുന്ന ദുഷ്ട സ്വഭാവമാണ് ദ്വിവിധന്. രാമന്റെ കൂടെ ആയിരുന്നപ്പോ സുഗ്രീവന്റെ മന്ത്രിയായിരുന്നു, രാമഭക്തനായിരുന്നു. രാമൻ കൃഷ്ണനായപ്പോ ഈ ദ്വാപരയുഗത്തിൽ ദ്വിവിധൻ നരകാസുരന്റെ കൂട്ടുകാരനായി മാറി. അതുകൊണ്ട് നാരായണ നേരെ ദേഷ്യം. അതേ തുടർന്ന് ഇപ്പതാ അന്ന് രാമന്റെ ഭക്തനായിരുന്നുവെങ്കിൽ ഇന്ന് മറ്റൊരു രാമന്റെ കൈകൊണ്ട് അവന് മരണം സംഭവിക്കേണ്ടി വന്നു. ബലരാമസ്വാമിയോ അവനെ നിഗ്രഹിച്ച് തൻ്റെ ദ്വാരകയിലേക്ക് തന്നെ തിരിച്ചെത്തുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ രംഗം ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നത്. സാമ്പൻ ദുര്യോധനപുത്രിയായ ലക്ഷ്മണയെ വിവാഹം ചെയ്യുന്ന രംഗമാണ് നമ്മൾ നാളെ 68-ാമത്തെ അധ്യായമായിട്ട് അനുസ്മരിക്കുക. അതിന് ഭഗവാൻ ശക്തിയും ഭക്തിയും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ, രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ, ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം.
മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ. മൃത്യോർമാ അമൃതം ഗമയ.
ഓം ശാന്തി 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 ഹരി ഓം.